വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നേപ്പാളിൽ വലിയ ആഭ്യന്തര സംഘർഷമുണ്ടായി, അവിടെ ഒരു റെജീം ചേഞ്ച് ഉണ്ടായി. ബംഗ്ലാദേശിൽ നേരത്തെ ഉണ്ടായി. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതായത് അമേരിക്കയെ എതിർക്കുന്ന എല്ലാ രാജ്യങ്ങൾക്ക് നേരെയും വലിയ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷം അഴിച്ചുവിടുകയാണ് എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഒരു നെറേറ്റീവ്. ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇത് നെറേറ്റീവാണ്, അതേസമയം തെളിവുകളൊന്നുമില്ല. അമേരിക്കയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പൊ ജപ്പാനിൽ ഒരെണ്ണം ഉണ്ടായി. ജപ്പാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് പോയപ്പോൾ അവിടെയുള്ള പ്രധാനമന്ത്രി രാജിവെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നേരത്തെയും അമേരിക്കയെ എതിർക്കുന്ന ഒരു മന്ത്രിയായിരുന്നു അവിടെ ഇരുന്നത്. പുള്ളിയും വെടിയേറ്റ് മരിക്കുകയായിരുന്നു. അപ്പോ ഇതൊക്കെ അമേരിക്കയുടെ കൈകളാണ് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം, പ്രധാനമന്ത്രിയുമായി കൂടുതൽ അടുക്കുന്ന പല രാജ്യങ്ങൾ, അത് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദിയായിട്ട് കൂടുതൽ അടുക്കുകയാണ്. ട്രംപ് വാർണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് യൂറോപ്യൻ യൂണിയന്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് കച്ചവടമൊന്നും നടത്തരുത്, 100% താരിഫ് ചൈനയ്ക്കും ഇന്ത്യക്കും നിങ്ങൾ ചാർത്തി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. യൂറോപ്പ് പറഞ്ഞു പറ്റില്ല, പോയി പണി നോക്കാൻ പറഞ്ഞു. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, പറ്റില്ല, അത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടണ്ട എന്ന് ട്രംപിനോട് പറഞ്ഞു. അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമായി പോയി. പോരാത്തതിന് ഈ ഇമാനുവൽ മാക്രോൺ എന്ന് പറയുന്ന ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി, അദ്ദേഹം നേരത്തെ ഇന്ത്യയെ നിശിതമായി പല കാര്യങ്ങളിലും വിമർശിച്ചിരുന്നുവെങ്കിലും പിന്നീട് നമ്മുടെ ഭാരതത്തോട് അടുക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. നമുക്കറിയാലോ, ഈ അമേരിക്കയുടെ F-35 ഇന്ത്യ മേടിക്കാനായിട്ട് പല സമ്മർദ്ദങ്ങളും അമേരിക്ക ചെലുത്തിയെങ്കിൽ പോലും ഫ്രാൻസിന്റെ വിമാനമായിട്ടുള്ള റഫേലാണ് നമ്മൾ മേടിച്ചത്. അതുകൊണ്ടാണ് ഇവിടെയുള്ള പല അമേരിക്കൻ സ്നേഹികൾക്കും റഫേൽ തകർന്നു വീണു എന്നൊക്കെ പറഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂറിൽ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ അവിടെ സൃഷ്ടിച്ചു. അതിന്റെ പിന്നിലൊക്കെ ഇതിന് പ്രൊപ്പഗാൻഡ വാർ എന്നാണ് നമ്മൾ പറയുന്നത്. പ്രൊപ്പഗാൻഡ വാർ, ഈ പ്രൊപ്പഗാൻഡ വാർ ആയിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ ഈ ഫ്രാൻസ്, ഈ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളിലും ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളിലും ഈ നേപ്പാളിൽ ഉണ്ടായ പോലെ തന്നെ ഇപ്പൊ ഫ്രാൻസിൽ ഒരു വലിയൊരു സംഘർഷം പുറപ്പെട്ടിരിക്കുകയാണ്. നേപ്പാളിനേതിന് സമാനമായിട്ടുള്ള ഒരു സംഘർഷം. ഈ ജനങ്ങൾക്കിടയിലുള്ള സർക്കാരിന്റെ രോഷമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. സാമ്പത്തിക അസമത്വം, ജനപ്രീതിയില്ലാത്ത പെൻഷൻ പരിഷ്കാരങ്ങൾ, മുടങ്ങിക്കിടക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്നിവയാണ് ഈ ഫ്രാൻസിലെ ജനങ്ങൾ ഈ തെരുവിലേക്ക് എത്തിച്ചത് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ 80,000 പോലീസിനെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. പല ഭാഗത്തും സംഘർഷങ്ങൾ. ഫ്രാൻസ് സത്യം പറഞ്ഞാൽ കത്തുകയാണ്. ഇതൊരു ഭീകരാക്രമണമൊന്നുമില്ല, ഫ്രാൻസിലെ അവിടെയുള്ള ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങി നയിക്കുന്ന ഒരു പ്രക്ഷോഭം എന്നാണ് പറയുന്നത്. പക്ഷെ നരസിംഹം സിനിമയിൽ പറയുന്നത് പോലെ ഇമാനുവൽ മാക്രോൺ പറയുന്നത്, നിന്റെയൊക്കെ പിന്നിൽ ആരോ ഉണ്ടെന്ന് നമുക്കറിയാം, ആ വിശ്വരൂപത്തെ ഞങ്ങൾക്കൊന്ന് കാണണം എന്നാണ് ഇമാനുവൽ മാക്രോൺ പറയുന്നത്. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഈ ഫ്രാൻസിലെ സ്ഥിതി ഞാൻ ഇത്രയും പറഞ്ഞെങ്കിലും വളരെ ഗുരുതരമാണ് കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അത് നമുക്കറിയാം, UK ട്രംപും അമേരിക്കയും ഇപ്പൊ അത്ര നല്ല ബന്ധത്തിലല്ല. UK നല്ല ബന്ധത്തിലല്ലാത്തതിന്റെ കാരണം, ട്രംപ് അവിടെ അധികാരത്തിലേറിയപ്പോൾ തന്നെ UK പാകിസ്ഥാനി ഗ്യാങ്ങുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു. പോരാത്തതിന് UK ഈ അമേരിക്കയുമായിട്ട് വലിയ സംഘർഷത്തിലാണെന്ന് പറഞ്ഞു. ഇലോൺ മസ്ക് UK പറയുന്നു. കെയർ സ്റ്റാർമർ അതിനെ എതിർത്ത് രംഗത്തെത്തുന്നു. UK പഴയ പ്രധാനമന്ത്രിയായിട്ടുള്ള ബോറിസ് ജോൺസൺ, അദ്ദേഹം ട്രംപിനെ അനുകൂലിച്ച് രംഗത്തെത്തുന്നു. ഇങ്ങനെയൊക്കെ വളരെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോ UK ഒരു തീപ്പൊരി വീണിട്ടുണ്ട്. ആ UK തീപ്പൊരി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സംഭവങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ മണിപ്പൂർ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇവിടെ കത്തിക്കാനായിട്ട് വെച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ ഈ ബോംബ് ഉണ്ടാക്കി വെച്ചിരിക്കും, ഒന്ന് തീ കൊടുത്താൽ മതി, അങ്ങ് പൊട്ടിത്തെറിച്ചോളൂ. ഇപ്പൊ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംഭവം വരികയാണെങ്കിൽ തീ കൊടുത്താൽ. അപ്പൊ UK ഉണ്ടായത് ഷബാന മഹ്മൂദ് എന്ന് പറയുന്ന പാക് ഒറിജിൻ ആയിട്ടുള്ള ഒരു വുമൺ UK ഹോം സെക്രട്ടറി ആയി. എങ്ങനെ സംഭവിച്ചു? UK ഹോം സെക്രട്ടറി ഒരു പാക് ഒറിജിൻ വുമണോ? ഇത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് തീവ്ര വലതുപക്ഷ പാർട്ടികൾ ചാടി പ്രക്ഷോഭത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. UK ചുടുകാടാവും, ആ കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു 10, 15, 20 കൊല്ലം കഴിഞ്ഞാൽ UK ചുടുകാടാവും. കാരണം ഇപ്പോ UK പല മേയർമാരും മുസ്ലിങ്ങളായി മാറിയിരിക്കുന്നു. ഇത് വളരെയധികം ഇവരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കുടിയേറ്റക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഷെറിയ ഫോർ UK എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ഇന്ത്യയിൽ പോലും അത് നടക്കില്ല. ഇന്ത്യയിൽ പോലും ഷെറിയ നിയമം വേണമെന്ന് തെരുവിലിറങ്ങിയ മോദി ചുരുട്ടി കൂട്ടും. പക്ഷെ UK തെരുവിലിറങ്ങിയിട്ട് ഷെറിയ ഫോർ UK എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭം അവിടെ സംഘടിപ്പിക്കുകയാണ്. ഒരു ചുടുകാടാവും UK ഒരു 10-15 കൊല്ലത്തിനകം. പക്ഷെ അങ്ങനെ ആകരുത്, അങ്ങനെ ആകാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തീവ്ര വലതുപക്ഷ പാർട്ടികൾ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട്. അതിനിടയിൽ അമേരിക്കയ്ക്ക് ഒരു വലിയ തിരിച്ചടി. അമേരിക്ക അറിയാലോ, അമേരിക്കയെ കുടിയേറ്റക്കാരെയൊക്കെ പിടിച്ച് പുറത്താക്കുന്ന ഒരു രാജ്യമാണ്. അമേരിക്കയുടെ ഈ കുടിയേറ്റക്കാർക്കെതിരെ പറയുന്ന, അവരെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന, ഇസ്ലാമിക മതത്തിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന കിർക്ക്, ഈ ട്രംപിന്റെ അടുത്ത അനുയായിയായിട്ടുള്ള കിർക്ക് വെടിയേറ്റ് മരിച്ചു. അത് വലിയൊരു സംഭവമായി. അപ്പോൾ പല ആൾക്കാരും പറയുന്നത് ഇത് ഇങ്ങോട്ടേക്കുള്ളതല്ല, അതായത് ഇൻകമിങ് മാത്രമല്ല ഔട്ട് ഗോയിങ്ങും ഉണ്ട്. അതായത് നിങ്ങളും അനുഭവിക്കൂ,
ഇത് ഇതിന്റെ ഒരു നെറേറ്റീവ് വരുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഒരു ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കാനായിട്ട് ഈ ലോകശക്തികൾ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു നെറേറ്റീവ്. പക്ഷെ അത് ഞാൻ വിശ്വസിക്കുന്നില്ല. അമേരിക്കയിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ സാധ്യമാണോ അങ്ങനെ? കിർക്കിനെ വെടിയേറ്റ് മരിച്ചു. ഇപ്പം ഇന്നത്തെ നമ്മൾ വാർത്തകൾ തപ്പം തന്നെ ബിജുചേട്ടൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അതായത് ഇന്ന് ആ വാർത്ത അല്ലാതെ വേറൊരു വാർത്ത ഇല്ല. ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്, തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അമേരിക്കയിലെ ഈ കിർക്കിന്റെ വെടിയേറ്റ് വെച്ച ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഈ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാർ, ഇപ്പൊ ആരിഫ് ഹുസൈൻ ഉണ്ട്, കാരശ്ശേരി മാഷുണ്ട്, ജബ്ബാർ എന്ന് പറയുന്നവരുണ്ട്, പിന്നെ ഈ ലിറ്റ്മസ്, അങ്ങനെയൊക്കെ ഇവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെടിയേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഇവിടെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പക്ഷെ അമേരിക്കയിൽ അത് നടന്നിരിക്കുകയാണ്. അപ്പോ ഇത് അമേരിക്കയ്ക്ക് കൂടെയുള്ള ഒരു താക്കീതായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എങ്ങനെ ഇതിനെ വിലയിരുത്തുന്നു? ഇതിനെ എങ്ങനെ കാണുന്നു? കിർക്കിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കിർക്ക് ഇലക്ഷൻ കഴിഞ്ഞ് ട്രംപ് അധികാരത്തെ ഏറ്റെടുത്തപ്പം ഇന്ത്യക്കെതിരെ ഒരു പ്രസ്താവന നടത്തിയാണ്. ഇന്ത്യക്ക് എതിരെയെന്നല്ല, ഇനി ഇന്ത്യക്കാർ ഇങ്ങോട്ട് ഞങ്ങൾക്ക് വേണ്ട, കാരണം ഇന്ത്യക്കാർ കൊണ്ട് ഈ അമേരിക്ക മുഴുവൻ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു തീവ്ര വലതുപക്ഷ ഇൻഫ്ലുവൻസറാണ്, ബ്ലോഗറും കൂടിയാണ്. അപ്പം ഇപ്പൊ ഈ നമ്മുടെ യൂറോപ്യൻ കൺട്രീസിൽ കഴിഞ്ഞ കുറേ നാളായാൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീസിലായാലും ഫ്രാൻസിലായാലും UK ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കാറുണ്ട്. വലിയ രീതിയിൽ അത് സ്വിറ്റ്സർലൻഡിൽ നടക്കുന്നുണ്ട്. പല രാജ്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന പല യൂറോപ്പിൽ സമാധാനപരമായ പല യൂറോപ്യൻ രാജ്യങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജർമ്മനിയിൽ ഒരു കലാപത്തിന്റെ രീതിയിലേക്ക് വന്നില്ലെങ്കിൽ പോലും കത്തിക്കുത്ത് ഉൾപ്പെടെയുള്ള ഈ ജിഹാദി തീവ്രവാദ ആക്രമണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് അവിടെ നടക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അതല്ല. ഈ അമേരിക്കയ്ക്ക് പിടിയായിരുന്നോ എന്നൊരു സംശയം കൂടി ഇതിനകത്ത് ജനിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിനകത്ത് പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം എന്തുകൊണ്ടാണ് ട്രംപ് U-ടേൺ അടിച്ചത് എന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. പെട്ടെന്ന് തന്നെ അദ്ദേഹം പറയുന്നു, ഞാൻ നരേന്ദ്രമോദിയെ വിളിക്കും, നരേന്ദ്രമോദിയുമായി സംസാരിക്കും, ഇന്ത്യയുമായി വ്യാപാര കരാർ ഒപ്പുവെക്കും, തങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാണെന്നൊക്കെ പെട്ടെന്ന് പറയാനുണ്ടായ കാര്യം എന്താണ് എന്നുള്ളതാണ്. അതിന് തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹം യൂറോപ്യൻ യൂണിയൻ നേതാക്കളോട് പറയുന്നുണ്ട്, നിങ്ങൾ താരിഫ് ഉയർത്തു. ഇന്നാണ് അത് കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആയത്. അതായത് ഇദ്ദേഹം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് പറഞ്ഞത്, അമേരിക്ക മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ കൂടി ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ 100% താരിഫ് ഉയർത്തണം എന്ന് പറഞ്ഞു. അപ്പൊ അവർ മറുപടി കൊടുത്തത്, ഈ ഉപരോധത്തിന് താരിഫ് ഒരു ആയുധമാക്കുന്നതിന് ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഓയിലിന് വില കൂടും എന്ന് മാത്രമല്ല ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ തകിടം മറിയും. അതിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ ആ പണിക്കില്ലെന്ന് പറഞ്ഞു. എന്ന് പറയുക മാത്രമല്ല, മെലോണി ഉൾപ്പെടെയുള്ളവർ മോദിയുമായി സംസാരിക്കുകയും യൂറോപ്യൻ യൂണിയൻ എത്രയും പെട്ടെന്ന് ഒരു കരാർ ഒപ്പിടാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ട്രംപ് വിചാരിച്ചിട്ട് ഇക്കൂട്ടത്തിൽ ഞാൻ നിന്നില്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും, അതുകൊണ്ട് ഇനി ഞാനായിട്ട് തന്നെ മുൻകൈ എടുത്ത് നമ്മുടെ കാര്യം ആദ്യം നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ പറയാം ഉടനെ തന്നെ കരാർ റെഡിയാകും എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ട്രംപിന്റെ മനസ്സ് മാറിയതല്ല, ഇവിടെ ഇങ്ങനെ പാളയത്തിൽ തന്നെ ഇങ്ങനെ ഒരു പണി കിട്ടിയത് കൊണ്ടാണ്. രണ്ടാമത് ട്രംപ് ഇന്നലെ, അതായത് ഈ കിർക്ക് മരിക്കുന്നതിന് മുമ്പ് ട്രംപ് നടത്തിയ പ്രസ്താവന, നമ്മൾ അവസാന പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്, ഇനി നമ്മൾ നീങ്ങുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ റഷ്യയുടെ ഡ്രോൺ, റഷ്യ പറയുന്നത് വഴിതെറ്റി വന്നതാണെന്നാണ് പറയുന്നത്. പക്ഷെ അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് അങ്ങനെ ഈ ഡ്രോൺ വഴിതെറ്റി വരില്ല എന്നാണ് പറയുന്നത്. കാരണം ഇതിനകത്ത് ഈ പ്രോഗ്രാം ചാർട്ട് ചെയ്ത് വെക്കുന്നതനുസരിച്ചാണ് ഡ്രോൺ പറക്കുന്നത്. അങ്ങനെയാണ് നമ്മളും കേട്ടിരിക്കുന്നത്. ചാർട്ട് ചെയ്യാത്ത സ്ഥലത്തൂടെ അത് 1-2 ഡ്രോൺ അല്ല, ഏതാണ്ട് 22ഓളം ഡ്രോണുകളാണെന്നാണ് പറയപ്പെടുന്നത്. ഒരു ഡ്രോൺ വഴിതെറ്റി പോകുന്ന അല്ലത്. ഇത് ഉക്രൈനിൽ വിട്ടതാണ്, ഉക്രൈൻ്റെ അത് ഇവിടുന്ന് ദിശ മാറിപ്പോയതെന്ന് പറയുന്നു. പക്ഷെ ഇതെങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല. ഇനി ടെക്നിക്കൽ എറർ ആണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും റഷ്യ നമുക്ക് ഈ കാര്യത്തിലൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഈ അസർബൈജാനുമായിട്ട് മുമ്പ് ഉടക്കുണ്ടായിരുന്ന സമയത്ത് അസർബൈജാന്റെ പ്രസിഡന്റ് അവിടുന്ന് പറന്നു പൊങ്ങിയ സമയത്ത് ഇവർ ഈ റഷ്യയുടെ ബോർഡറിൽ വെച്ച് അവരുടെ വിമാനം വെടിവെച്ചിട്ടിട്ട് റഷ്യ പറഞ്ഞത് എന്താണെന്നറിയാമോ? വെടിവെച്ചിട്ട് അവർ തന്നെ, കാരണം റഷ്യയുടെ മുകളിൽ കൂടെ പോകുന്ന വിമാനം അവരെല്ലാം വേറെ ആരും വെടിവെച്ചിടത്തില്ലല്ലോ. അതിന് റഷ്യ പറഞ്ഞത് ഞങ്ങൾക്ക് അബദ്ധത്തിൽ വെടിപൊട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അസർബൈജാന് വലിയ വിഷയങ്ങളായി. അസർബൈജാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അതൊക്കെ സംഭവമൊക്കെ ശരി, ഓക്കെ, നടന്ന് ഒരു ക്ഷമ പറയാൻ പറഞ്ഞു. ഇന്ന് വരെ റഷ്യ അത് പറഞ്ഞിട്ടില്ല, ക്ഷമ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കൊരു അബദ്ധത്തിൽ പറ്റിയതാണെന്നാണ്. ഇപ്പം ഇന്നലെ ഈ പോളണ്ടിന്റെ കേസ് കേട്ടപ്പോഴും റഷ്യ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാ വന്നത്. കാരണം അവരെങ്ങും അവരാണ് ചെയ്തതെന്ന് സമ്മതിക്കാറില്ല. പിന്നെ അഥവാ അവരുടെ ആണെന്ന് പിടിക്കപ്പെട്ട അവർ പറയും അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന് പറയും. അപ്പോൾ ഈ പോളണ്ട് എന്ന് പറഞ്ഞാൽ 1-ാം ലോകമഹായുദ്ധത്തിനും 2-ാം ലോകമഹായുദ്ധത്തിനും വേദിയായ ഒരു സ്ഥലം, കാരണക്കാരനായ ഒരു സ്ഥലമാണ് പോളണ്ട്. റഷ്യ തമ്മിൽ പരമ്പരാഗത ശത്രുക്കളാണ്. ഡ്രോൺ പറത്തിയില്ലെങ്കിൽ അതിനകത്ത് അത്ഭുതമൊന്നുമില്ല, കാരണം പുതിയതായിട്ടൊരു രാജ്യത്ത് നടത്തുന്ന സംഭവമല്ല, ഇവർ തമ്മിൽ വലിയ ശത്രുക്കൾ തന്നെയാണ്. അതൊന്നും. അപ്പോൾ അതിനെതിരെ നമ്മൾ അവസാന പോരാട്ടത്തിന് തയ്യാറെടുക്കൂ എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഒരു യുദ്ധത്തിന് നമ്മൾ തയ്യാറെടുക്കൂ എന്ന് ട്രംപ് പറയുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ വന്ന വാർത്തയാണ് ഈ കിർക്കിന്റെ മരണം വരുന്നു. അത് വലിയ രീതിയിൽ തന്നെ അവിടെ അലയടിക്കുകയാണ്. അവിടെ അമേരിക്കയിൽ ആഭ്യന്തര കലാപം ഉണ്ടാകില്ല എന്നല്ല, അവിടെ ഉണ്ടായിട്ടുണ്ട് അനവധി തവണ.
അവിടെ ഈ കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള സംഘർഷങ്ങളും കലാപങ്ങളും അതൊക്കെ ദിവസങ്ങളോളം ഉണ്ടായിട്ടുണ്ട്. നിന്ന് കത്തിയിട്ടുണ്ട്. ഉം. ഒരുപാടുണ്ട്. അപ്പൊ അവിടെ അതിന് റീസൺസ് ഒന്നും വേണ്ട. അതിപ്പോ കലാപങ്ങൾ ഇപ്പോൾ ഉടനെ ഉണ്ടാകുമെന്നൊരു ഭയത്തിലാണ് ഇപ്പോൾ ട്രംപ് അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിലും ഈ നാഷണൽ ഹോം ഗാർഡ്സിനെ വിന്യസിക്കാൻ തുടങ്ങിയത്. വാഷിംഗ്ടൺ DC-യിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും ഒക്കെ അതായത് ഈ സ്റ്റേറ്റുകൾ പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്നതിന്റെ ഒരു കാര്യം, തനിക്കെതിരെ ഈ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണെങ്കിൽ അതിനെ അടിച്ചൊതുക്കി മുമ്പോട്ട് പോവുക എന്നുള്ള ഒരു നയത്തിലാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് അവരുടെ പ്രതിപക്ഷ പാർട്ടികൾ അങ്ങനെ കരുതുന്നു. ഏതായാലും ഇപ്പൊ അതിനിടയിലാണ് നമ്മുടെ ഖത്തറിനെ കുറിച്ച് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. ഈ 2025 2 രാജ്യങ്ങൾ അടിമേടിച്ചു എന്നുള്ളതാണ് വലിയ രസം. അതായത് മിത്രത്തിന്റെ ശത്രുവിന്റെ അടിമേടിച്ച് 2025 ഇറാൻ കയറി അടിച്ചിട്ടുണ്ട് ഖത്തറെ. അതായത് അമേരിക്കൻ ബേസ് ഈ ഖത്തറിനകത്ത് കയറി അടിച്ചതാ. അത് പിന്നെ ഇനി ഇസ്രായേല് കയറി ഇപ്പൊ അടിച്ചിരിക്കുന്നു. 2025 2 രാജ്യങ്ങൾ വന്ന് അടിച്ചിട്ട് പോയിരിക്കുന്നു. ഒന്ന് ഇസ്രായേലിന്റെ ശത്രു രാജ്യമായ ഇറാൻ, മറ്റൊന്ന് അമേരിക്കയുടെ മിത്രമായ ഇസ്രായേൽ. എങ്ങനെയുണ്ട് ശത്രുവും മിത്രവും? അതായത് നമ്മൾ പറയത്തില്ലേ, ഞാനെന്താ ചെണ്ടയാണ് വഴിയെ കൂടെ പോകുന്നവനും വയ്യാവേലിക്കൊണ്ട് നിന്റെ തലക്കെട്ട് അടിക്കാൻ എന്ന് പറയുന്നത് പോലത്തെ അവസ്ഥയാണ് ഇപ്പൊ ഖത്തറിന്റെ അവസ്ഥ. ഇപ്പൊ അവർ കയറി ഒന്ന് മുറുകിയിട്ടുണ്ട്. കാരണം അവർക്കൊരു ഷെയിമായി തുടങ്ങി. കാരണം ലോകത്തുള്ള സകലമാന ഭീകര സംഘടനകൾക്ക് ഹെഡ് ഓഫീസും കൊടുത്ത് പണവും കൊടുത്തൊക്കെ നിന്നതാണ്. ഇപ്പൊ ഈ അടുത്ത് ലോകകപ്പൊക്കെ നടത്തി ഒന്ന് മാന്യതനാകാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമം നടത്തി അങ്ങനെയൊക്കെ ഒന്ന് ഒതുങ്ങിക്കൂടാ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു അവസരത്തിലാണ് വീണ്ടും അടി. അത് മാത്രമല്ല, ആദ്യം പറഞ്ഞത് ആദ്യം ഒരു മയത്തിലേക്കാണ് ഖത്തർ പറഞ്ഞതെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹു ഞങ്ങൾക്ക് അങ്ങനെ അബദ്ധമൊന്നും പറ്റിയതല്ല, ഞങ്ങൾ കൃത്യമായിട്ട് തന്നെയാണ് ഇട്ടത്. ഇനി അവർ കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇനി വീണ്ടും വിടും അവിടെ തന്നെ, ഇല്ലെങ്കിൽ ആ ഖത്തറിൽ തന്നെ ഞങ്ങൾ വീണ്ടും ആക്രമണം നടത്തുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇതോടുകൂടി ട്രംപ് പ്ലേറ്റ് മാറ്റി. ട്രംപ് പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല, വൈറ്റ് ഹൗസിന്റെ ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു, ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഏതായാലും പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇസ്രായേൽ നിങ്ങളെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ബെഞ്ചമിൻ നെതന്യാഹു ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഞങ്ങൾ ആരുടെയും ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജ്യമല്ല ഇസ്രായേൽ എന്നും കൂടെ ഒരു അടി അടിച്ചിട്ടുണ്ട്. ഏതായാലും ട്രംപിന്റെ കയ്യിൽ കാര്യങ്ങളൊന്നും വലുതായിട്ട് നിൽക്കുന്നില്ല. അതായത് പഴയ ഹുങ്കും ജാടയും ബലപേശലും പെരട്ടലും ഇപ്പൊ എങ്ങും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് 24 മണിക്കൂറിനും ഗസ യുദ്ധം തീർക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗസ ഏതാണ്ട് വലിയ വമ്പൻ യുദ്ധത്തിന്റെ വക്കിലാണ്. ഇറാനിലും ഇപ്പൊ ഇതാ ഖത്തറിനെ മണ്ടയ്ക്കും കൊണ്ട് ബോംബിടുന്ന അവസ്ഥയിലേക്ക് എത്തി. മിഡിൽ ഈസ്റ്റ് തൊട്ടടുത്ത് കിടക്കുന്ന യമനിലും സിറിയയിലും ഉറക്കമില്ലാത്ത രാത്രികളാണ്. റഷ്യ ഉക്രൈൻ വാർ തീർക്കാൻ പോയി ഇപ്പൊ പോളണ്ടിന്റെ അടുത്തേക്ക് വരെ അത് നീങ്ങിയിരിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് പുള്ളി ഇത് തീർത്തിട്ട് നോബൽ പ്രൈസ് വാങ്ങാൻ പോയതാണ്. അവസാനം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചക്ക വീണും വയല് ചത്തു എന്ന് പറയുന്ന കണക്ക് അപ്രതീക്ഷിതമായി ഇന്ത്യ പാകിസ്ഥാൻ അടി നടക്കുന്നു. അത് 3-4 ദിവസം കഴിയുമ്പോൾ പാകിസ്ഥാൻ വിളിച്ചു പറഞ്ഞു ഇന്ത്യ നിർത്തുന്നു. ഉടനെ പറഞ്ഞു നമ്മുടെ ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രം ഉണ്ടല്ലോ, എട്ടുകാലി മമ്മൂഞ്ഞ്, അതുപോലെ പുള്ളി വന്നാൽ ഇത് ഞാനാണ് നിർത്തിയത്. കംബോഡിയയും ഇവരും തമ്മിൽ ചെറിയ വെടിവെപ്പ് അതിർത്തിയിൽ, അത് പുതിയ സംഭവമല്ല, അത് ഇടക്കിടക്ക് വെടിവെപ്പ് ഉള്ളതാണ്, നടക്കുന്നു. അത് ഞാൻ പറഞ്ഞു കോംപ്രമൈസ് ആക്കി. വെറുതെ ഇരുന്ന് അർമേനിയയും അസർബൈജാനെയും വിളിക്കുന്നു, നിങ്ങളുടെ ഇടയിലുള്ള സംഘർഷം. അവർ തമ്മിൽ പണ്ടുതൊട്ടേ സംഘർഷമുള്ളതാണ്, പക്ഷെ ഇപ്പൊ സംഘർഷമൊന്നും ഇല്ലായിരുന്നു. പുള്ളി വിളിച്ചിട്ട് രണ്ടുപേർക്ക് ഓരോ പാക്കേജ് കൊടുത്തിട്ട് അവരെ കൊണ്ട് നോമിനേറ്റ് ചെയ്യിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ സമാധാനം ഉണ്ടാക്കി വലിയൊരു കരാർ ഉണ്ടാക്കിയിരിക്കുന്നു. ചുമ്മാതിരുന്നവനെ വിളിച്ച് കരാർ ഉണ്ടാക്കുകയാണ് പുള്ളിയുടെ പണി. ഇങ്ങനെയൊക്കെ കുറെ കലാപരിപാടികളൊക്കെ നടത്തി. കാരണം പുള്ളിയെ സംബന്ധിച്ച് ഇതിനകത്ത് ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല ഈ സാധനം. ഇന്ത്യ പറഞ്ഞ ഞങ്ങൾക്കെതിരെ ഇത്, അതാണല്ലോ ഇന്ത്യക്കെതിരെയുള്ള പ്രധാന കലിപ്പ് പുള്ളിയുടെ. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന, അതായത് പഴയതുപോലെ ഒന്നും കയ്യിൽ നിൽക്കാത്ത ഒരു അവസ്ഥ. ഇനി ഒറ്റ കൈക്ക് ഒരു കാര്യം മാത്രമേ ഇനി അദ്ദേഹം ചെയ്യാനുള്ളൂ, ഇതെല്ലാം മാറ്റിമറിച്ച് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടണമെങ്കിൽ, കുറഞ്ഞപക്ഷം അമേരിക്കയുടെ ശ്രദ്ധ തിരിച്ചുവിടണമെങ്കിൽ, അമേരിക്കൻ ജനതയുടെ ശ്രദ്ധ തിരിച്ചുവിടണമെങ്കിലോ, ഇല്ലെങ്കിൽ ലോക രാജ്യങ്ങളുടെ മുമ്പിൽ തങ്ങൾ ഒരു സംഭവമാണെന്ന് തെളിയിക്കണ ഒറ്റ വഴി ഇനിയുള്ളൂ. റഷ്യക്കെതിരെ ഇന്നോ നാളെയോ പുള്ളി ഒരു പ്രസ്താവന നടത്തും. ഞങ്ങൾ നാറ്റോ സഖ്യം തയ്യാറാണ്, ഇന്നലെ പറഞ്ഞു, തയ്യാറാണെന്ന് പുള്ളി ഇന്നലെ പറഞ്ഞു, അവസാന പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന്. ഇനി അതും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളെ പറഞ്ഞ് അതിൻ്റെ അതിർത്തിയിലേക്ക് വിടും, നാറ്റോയിലെ നിങ്ങൾ അതുമായിട്ട് അങ്ങോട്ട് പോകും, മിസൈലുമായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യുദ്ധപ്രതീതി പുള്ളി സൃഷ്ടിക്കും. അവിടെ സൃഷ്ടിച്ച് കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു റേഞ്ചിലേക്ക് എത്തും, ഒരു ഹീറോ പരിഭാഷ, ഹീറോ എന്നല്ല ഒരു നായക അത് ഏകദേശം ഒരു ഹീറോ പരിഭാഷ. ഇപ്പം നിൽക്കുന്ന പുട്ടിന്റെ ഇപ്പുറത്ത് ട്രംപിനെ കൂടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് വാർത്തകൾ വരാൻ തുടങ്ങും. ഇതാ യുദ്ധം തുടങ്ങുന്നു. ഇതൊരു ടെൻഷൻ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകും. ഇതിനിടയിൽ ഇത് ഏറ്റവും അപകടകരമായ ടെൻഷൻ സിറ്റുവേഷൻ ആയിരിക്കും അത്. കാരണം ഒരു ചെറിയ ഈച്ച പറഞ്ഞ അപ്പാടിയും നടക്കും. അതിന്റെ ഒരു വക്കോളം വന്ന് എത്തിച്ച് വരും. ഇനി അതേ നടക്കത്തുള്ളൂ. അത് അവസാന പൂഴിക്കടകൻ ട്രംപ് ഇറക്കും, യാതൊരു ഡൗട്ടും ഇല്ല. ഇനി അടുത്ത പുള്ളി ഡയലോഗ് അടിക്കാൻ പോകുന്നതാണ്. ഇപ്പൊ പുള്ളിക്ക് സമയമില്ല, കാരണം ഈ കൂട്ടുകാരൻ മരിച്ചതുകൊണ്ട്
അതിന്റെ ഒരു ചവടക്കും കാര്യങ്ങളായിട്ട് നിൽക്കുന്നു. അതിൽ കഴിഞ്ഞ ഉടനെ അടുത്ത സ്റ്റെപ്പ് പുള്ളി പറയാൻ പോകുന്ന ഈ കാര്യമായിരിക്കും, റഷ്യക്കെതിരെ ഞങ്ങൾ അന്തിമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്, ഞങ്ങളുടെ മറ്റേത് വിടുന്നു, അന്തർവാഹിനി വിടുന്നു, മറിച്ചത് വിടുന്നു, അത് വിടുന്നു, ഇത് വിടുന്നു എന്നൊക്കെ പറയും. പുടിൻ നല്ല കൂറിലാണെങ്കിൽ ഇതൊക്കെ കേട്ടോണ്ടിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത മിസൈൽ എടുത്തിട്ട് ഒന്നുകിൽ പോളണ്ട് വിടും, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അങ്ങോട്ടേക്ക് വിടാൻ സാധ്യതയുണ്ട്. അപ്പം അത് ഇട്ടിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് പറ്റും, അപ്പൊ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ട്രംപിലേക്ക് പോകും, അമേരിക്കയിലേക്ക് പോകും. അതായിരിക്കും ഇനി പുള്ളിക്ക് ഇപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇമേജ് ബിൽഡപ്പിന് പറ്റുന്ന ഒരു കാര്യം. അതൊരു ഇമേജ് ബിൽഡപ്പ് ആയിരിക്കും. കാരണം അമേരിക്ക ലോകത്തൊരു യുദ്ധമുഖത്തേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും മാധ്യമങ്ങളുടെ അടക്കം അറ്റൻഷൻ അങ്ങോട്ട് പോകും. പ്രത്യേകിച്ച് അമേരിക്കയിൽ ഇപ്പൊ താരിഫിന്റെ പ്രശ്നങ്ങളെ കൊണ്ട് പൊറുതുമുട്ടി, വിലക്കയറ്റമെ കൊണ്ട് പൊറുതുമുട്ടിയിരിക്കുന്ന ജനമാണെങ്കിൽ തൽക്കാലം അതെങ്ങനെ എല്ലായിടത്തും അങ്ങനെയാണല്ലോ, ഒരു യുദ്ധം വരുമ്പോൾ ജനം അങ്ങോട്ടേക്ക് തിരിയും. അപ്പോൾ അവരുടെ ചിന്തകളും കാര്യം അതാണ് ഈ സാധ്യത കൂടുതലായിട്ട് ഞാൻ കാണുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇന്ത്യയുമായിട്ട് ഉടനെ വന്നിട്ട് ഒരു വലിയ ഡീല് വെക്കണം. അതായത് ഈ താരിഫ് എല്ലാം പെട്ടെന്ന് കുറയ്ക്കണം. ഇന്ത്യക്ക് ഇപ്പൊ കൊടുത്ത പിഴച്ചുങ്കം, ഇന്ത്യക്ക് മിനിമം ഒരു 25% ടാക്സ്, അതായത് ഈ പിഴച്ചുങ്കം കുറച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അതും കുറച്ച് നമ്മളുമായിട്ടൊരു വ്യാപാര കരാർ, ഒരു കരട് കരാറെങ്കിലും ഒപ്പുവെച്ചാൽ അതൊരു ഇമേജ് ബിൽഡപ്പിന്റെ കാരണമാകും. ഇല്ലെങ്കിൽ ഇതൊരു, അതായത് ഇപ്പൊ നിലവിൽ ട്രംപിന് അദ്ദേഹത്തിന്റെ ഈ ഇമേജ് ഒന്ന് ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളില്ല. ആകെ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, റഷ്യക്കെതിരെ വലിയ ആക്രോശമായിട്ട് നാറ്റോളെ കൂട്ടിക്കെട്ടിക്കൊണ്ട് മുമ്പോട്ട് ഇറങ്ങേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ കണക്കൊരു വലിയ രാജ്യവുമായിട്ട് അദ്ദേഹത്തിന് ഒരു ഡീല് വെക്കേണ്ടി വരും. ഈ 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഇതിലേത് നടക്കുമെന്നുള്ളതല്ല, എനിക്ക് തോന്നുന്നു ആദ്യത്തെ തന്നെയാണ് കുറച്ചുകൂടെ ചാൻസ്. അതാകുമ്പോൾ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിനിടയ്ക്ക് ഇന്ന് ഖത്തർ വന്നിട്ടുണ്ട്, ഗൾഫ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇസ്രായേലിനെ അത് ചെയ്യുകയെന്ന്. അത് വലിയ കഥയൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇപ്പോഴും കൗതുകമായിട്ട് തോന്നിക്കഴിഞ്ഞ് 2025 ശത്രുവും മിത്രവും ഒരുപോലെ ആക്രമിച്ച ഒരു രാജ്യം ലോകത്ത് വേറെ ഉണ്ടാകില്ല. ഉണ്ടാകുമോ? ഇല്ല. അത് രണ്ടിന്റെയും കാരണമാരാ? അമേരിക്ക. അതിന്റെ രണ്ടിന്റെയും കാരണം അമേരിക്കയാണ്. അവിടെ സൈന്യത്തെ അവിടെ ഉണ്ട്. അത് ഇറാനും കൊണ്ടടിച്ചു. എന്നാൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് സഖ്യകക്ഷിയാണ് ഇസ്രായേൽ. അവരും വന്ന് അടിച്ചിട്ട് പോയി. വല്ലാത്തൊരവസ്ഥയിലായിരിക്കും ഖത്തർ ഇരിക്കുന്നത്. വരുന്നവനും പോകുന്നവനൊക്കെ കയറി മേലുള്ള സ്ഥലമായിട്ട് അത് മാറുമോ എന്നുള്ളതാണ് പ്രശ്നം. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് മിഡിൽ ഈസ്റ്റും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു, എല്ലായിടത്തും അങ്ങനത്തെ ഒരു അവസ്ഥ. ഇത് നമ്മൾ പണ്ടേ പറഞ്ഞതാണ്. ഒരു രാജ്യത്തിൽ നിന്ന് സംഘർഷബാധിതം ഖത്തറിന് കിട്ടുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കാരണം എവിടെ ഒരു ഭീകരവാദം നടന്നാലും ആ ഭീകരവാദത്തിൽ കോംപ്രമൈസ് ചെയ്യാത്തുന്ന ഖത്തറാണ്. ഇവിടെ ദോഹയിലേക്ക് വരും, നമുക്കെല്ലാം ഇവിടെ വെച്ച് പറഞ്ഞ് പരിഹരിക്കാം. ദോഹ മാത്രമേ ഉള്ളൂ പരിഹരിക്കാനായിട്ടൊരു സ്ഥലം. റഷ്യ യുക്രൈൻ യുദ്ധം വന്നപ്പോൾ ദോഹയിലേക്ക് വരും. പിന്നെ ഇവന്മാര് പണ്ട് ഈ ഖത്തറിന് എതിരെ GCC രാജ്യങ്ങൾ തന്നെയാണല്ലോ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. ഇവര് ടെററിസത്തെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യമാണെന്ന് പറഞ്ഞ സൗദി ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഖത്തർ പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവങ്ങളൊക്കെയാണല്ലോ വന്നത്. അപ്പം ടെററിസം എവിടെയുണ്ടോ അതിനൊക്കെ ഫണ്ട് ചെയ്യുന്നത് ഖത്തറാണ് എന്ന് ഇവരുടെ രാജ്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമോ? ഈ ഭീകര സംഘടനകൾക്ക് ഹെഡ് ഓഫീസുള്ള സ്ഥലമാണ് അത്. പബ്ലിക് ഹെഡ് ഓഫീസ് ഉണ്ട്, ഇവന്മാർക്കുണ്ട്, ഹമാസിനും ഉണ്ട്. അവിടെ പോയിട്ടാണ് ഇപ്പൊ ഇവർ അടിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് നമുക്ക് ഒന്നും തെറ്റു പറയാനില്ല. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന് പറയുന്നത് പോലെയാണ്. അമേരിക്കയാണ് ഇവർക്ക് പ്രൊട്ടക്ഷൻ തരാന്ന് പറഞ്ഞാൽ അവിടെ വ്യോമത്താവളമൊക്കെ കൊണ്ടിട്ട് അമേരിക്ക അവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഇറാൻ കയറി അടിച്ചിട്ട് പോയത്. ഇപ്പൊ അമേരിക്ക അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇസ്രായേലിന് കുറച്ചുകൂടെ എളുപ്പമായി ഇവന്മാരെ അടിക്കാനായിട്ട്, ഹമാസിന്റെ കേന്ദ്രം തകർക്കാൻ. ഏതായാലും ഇത് ട്രംപ് അറിയാതെ നടക്കില്ല. എനിക്കിപ്പോഴും സംശയം ഖത്തറിനോട് പറഞ്ഞിട്ടുണ്ടാകും ഞങ്ങൾ കയറി അടിക്കുമെന്ന്. ഖത്തറും പറഞ്ഞു കാണും അങ്ങനെങ്കിലും ഇവന്മാരെ ശല്യം തീർന്നോട്ടെ എന്ന് പറഞ്ഞാണ്. കാരണം അവർ ചർച്ചയിൽ നിന്നൊക്കെ പിന്മാറുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ട്രംപിന്റെ കയ്യിൽ ഇത് കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ 48 മണിക്കൂറത്തെ വാർത്തകൾ നമുക്ക് അവലോകനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്.